ഇതൊക്കെ ഹീലിംഗ് സൊല്യൂഷൻ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ സൺസ്ക്രീന് എന്തായാലും എപ്പോഴും കാണണം. നമ്മൾ ഡ്രൈ ഫേസിൽ വേണം ഈ ഒരു കെമിക്കൽ പീലിംഗ് ഉപയോഗിക്കാനായിട്ട്. നിങ്ങൾ കെമിക്കൽ പീലിംഗ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ എന്തായാലും ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും. അത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അത് അരമണിക്കൂറായിട്ട് നിങ്ങൾക്ക് ആ ഒരു ബേണിംഗ് സെൻസേഷൻ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഡെർമറ്റോളജിസ്റ്റിനെ കാണണം. ഒരു 10 മിനിറ്റിൽ കൂടുതൽ കെമിക്കൽ പീലിംഗ്സ് നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ മസാജ് ചെയ്യാൻ പാടില്ല. നമ്മൾ കെമിക്കൽ പീലിംഗ് ഉപയോഗിക്കുമ്പോൾ മസാജ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു ദിവസം ചൂസ് ചെയ്യുക. ആ ചൂസ് ചെയ്യുന്ന ദിവസം നിങ്ങൾ ഒരു തരത്തിലുള്ള സ്കിൻ കെയർ തരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്കിന്നിന് നോർമൽ വെള്ളത്തിൽ വേണം ഇത് കഴുകിക്കളയാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. പക്ഷെ വീക്സിൽ വൺസ് അല്ലെങ്കിൽ ട്വൈസ് ആണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ മസ്റ്റായിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫേസിലായാലും വേറൊരു ഏത് ഭാഗത്തായാലും നിങ്ങൾ ഉപയോഗിക്കാനായിട്ട്. ആഫ്റ്റർ 20 ഇയേഴ്സിന് ശേഷം മാത്രമേ ഫീലിംഗ് സൊല്യൂഷൻ ഉപയോഗിച്ച് തുടങ്ങാവൂ. നമ്മൾ ഫീലിംഗ് സൊല്യൂഷൻ ഉപയോഗിക്കേണ്ടത് ഈവനിങ് ടൈമിലാണ്.